ഹലോ, നല്ല നമസ്കാരം. ഗ്ലാഡിയേറ്റർ ഗ്ലാഡിയേറ്റർ 2 ഒറ്റവാക്കിൽ പറഞ്ഞാൽ അടുത്ത ഓസ്കാറിനോളം മുതലാണ് മോനെ. സ്റ്റുഡിയോ മൂവി എന്നതിനപ്പുറം ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ വിഷ്വൽ ട്രീറ്റ് ആണ് ഗ്ലാഡിയേറ്റർ 2 എന്ന് പറയാം. ആദ്യം തന്നെ എനിക്ക് ഹഗ് ചെയ്യാൻ തോന്നുന്നത് ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. സെക്കൻഡ് ഷേക്കൻഡ് കൊടുക്കാൻ തോന്നുന്നത് ഇതിൻ്റെ കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പെർഫോമൻസ് അവർക്ക് നല്ല രീതിക്ക് ഒരു ക്ലാപ്പ് കൊടുക്കാനും എനിക്ക് തോന്നുന്നുണ്ട്. ഒരിക്കലും ഞാൻ ഇതിനെ നമ്പറിട്ട് കാറ്റഗറി ചെയ്ത് വേർതിരിക്കുന്നതല്ല. എല്ലാം കൂടി ഒരേ തുലാസിൽ ഒരേ അളവിൽ ചേർക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യവിസ്മയം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ സിനിമ കണ്ടത് 4DXിലാണ് കണ്ടത്. കാരണം ഇതിൻ്റെ VFXും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ മിനിമം VMAXലെങ്കിലും കാണാൻ ശ്രമിക്കുക. പിന്നെ സേവ് ടിക്കറ്റ് വരുന്ന സമയത്ത് അല്ല VMAX പോലുള്ള തിയേറ്ററുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ സൗണ്ടും അതോടൊപ്പം തന്നെ വിഷ്വൽ ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും തന്നെ VMAX പോലുള്ള തിയേറ്ററുകൾ ചൂസ് ചെയ്ത് ഈ സിനിമ കാണുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കും മനോഹരമായിട്ട് ഇതിൻ്റെ സൗണ്ട് ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. ബിന്നി സണ്ണി അങ്ങനെ ഒരാളാണ് ഇതിൻ്റെ സൗണ്ട് ചെയ്തിരിക്കുന്നത്. സൂപ്പറാണ്. ഈ സിനിമയുടെ സൗണ്ട് ക്വാളിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഒരു ചുവരിലേക്ക് ഒരു വലിയ കപ്പൽ വന്ന് ഇടിക്കുന്ന സൗണ്ടുണ്ട്. തിയേറ്ററിൽ ഇരിക്കാൻ പറ്റിയില്ല. ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ഇടി, കാലിലും കയ്യിലും കൂടി വന്ന് ഇടിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് നമ്മളെ ഉണർത്തി സീറ്റിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു. അത്രയ്ക്കും എഫക്റ്റുള്ള സൗണ്ട് മിക്സിംഗ് എന്ന് പറയുന്നത് ഇതാണ് സൗണ്ട്. അതോടൊപ്പം തന്നെ വാളിൽ നിന്നും രക്തം ഇങ്ങനെ തെറിച്ച് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്ക്രീനിൽ നിന്നും ഇങ്ങനെ മുഖം തിരിക്കുന്ന ആ ഒരു അത്രയും ഒരു എഫക്റ്റ് ആ സൗണ്ടിനുണ്ട്. അത്രയ്ക്ക് നന്നായിട്ട് തന്നെ സൗണ്ട് മിക്സിങ് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കളറിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ വളരെയധികം മനോഹരമായിട്ടാണ് ഇതിൻ്റെ കളറിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിലും ക്ലൈമാക്സിലും അതോടൊപ്പം തന്നെ മിഡിലും ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. നമ്മളിനിപ്പോൾ ഫിൽട്ടർ ചെയ്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിൽട്ടറും അല്ല. ഫിൽട്ടറായിട്ട് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, പക്ഷേ ഫിൽറ്ററിങ് ചെയ്ത പരിപാടിയല്ല. നല്ല കിടിലമായിട്ട് കളറിങ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ലാസ്റ്റിൽ എത്തുമ്പോഴാണ് അതിൻ്റെ ഭംഗി നന്നായിട്ട് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ പേരെഴുതി കാണിക്കുമ്പോൾ കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. ഗ്ലാഡിയേറ്റർ 1ൻ്റെ കുറേ സാധനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന ചില സാധനങ്ങളും അതും നല്ല കീടിലമായിട്ടാണ് കളറിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ നന്നായിട്ട് കുറേ സാധനങ്ങൾ പിന്നെ ഈ വിമാനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഹെലികോപ്റ്ററിൽ വെച്ച് എടുത്തിട്ടുള്ള കുറേ സീനുകളുണ്ട്. ലോങ് ഷോട്ട്, അത് ഡ്രോൺ ഷോട്ടൊന്നുമല്ല, ലോങ് ഷോട്ട് നല്ല കിടിലമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അണ്ടർ വാട്ടർ പിന്നെ സീൻസ് കുറേ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പോര് പിന്നെ ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ ആ പോരുകൾ നല്ല കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതും നല്ല ഭംഗിയായിട്ട് തന്നെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചില സാധനങ്ങൾ ഇത് ചെയ്തു വച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള ചില മൈനസുകളുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല. എങ്കിൽ പോലും ഞാൻ 7.8 ഔട്ട് ഓഫ് 10 ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഗ്ലാഡിയേറ്റർ പിന്നെ 1ലേക്ക് സംഭവം കൊണ്ട് കഥ എത്തിക്കാൻ വേണ്ടി ചില സീനുകൾ തിരികെ കയറ്റിയതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഒരു 3 സീന് അങ്ങനെ തിരികെ കയറ്റിയതായിട്ട് എനിക്ക് തോന്നി. തുടക്കത്തിൽ കാണിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ കുറേ സീനുകളുണ്ട്. ആ സീൻസിൽ ചൂയിങ് ചവയ്ക്കുന്നത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി. ഗോതമ്പ് മണിയാണ് ചവയ്ക്കുന്നതായിട്ട് നമ്മളെ കാണിക്കേണ്ടത്, പക്ഷേ ചൂയിങ്കം ചവയ്ക്കുന്ന ഒരു ഫീൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ഇതിൽ പിന്നെ സ്വർണ്ണ പല്ല് അല്ലെങ്കിൽ സിൽവർ പല്ല് അത് വച്ചിരിക്കുന്നത് എനിക്ക് മൈനസായിട്ട് തോന്നി. പക്ഷേ ഇമോഷൻസ് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പല സാധനങ്ങളും നമ്മുടേതായിട്ടുള്ള പിന്നെ മഹാഭാരതം
പോലുള്ള സാധനങ്ങളിൽ നിന്നും അടിച്ചു മാറ്റിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം മഹാഭാരത യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ കർണനെ കാണാൻ വേണ്ടി രാജമാതാവ് വരുന്നു. നീ എൻ്റെ മകനാണ്, നീ യുദ്ധത്തിൽ നിന്നും പിന്മാറണം, നിന്നെ രാജാവാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ് സാധനം ഉണ്ടല്ലോ. ആ സാധനം സെയിം സാധനം ഇതിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാക്സിമസ് പിന്നെ അമ്പെയ്ത് താഴെ വീഴുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ നമ്മുടെ രാജഗുരു പിന്നെ ശരശയിൽ അമ്പ് ചെയ്ത് മുഴുവനായിട്ട് യുദ്ധഭൂമിയിൽ വീഴുന്നത് പോലുള്ള ഒരു ഫീല് എനിക്ക് തോന്നി. അത് മഹാഭാരതത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതായിട്ട് തോന്നി. അതോടൊപ്പം തന്നെ ശകുനിയുടെ കഥാപാത്രത്തിന് സമാനമായിട്ടുള്ള ഒരു കഥാപാത്രം ഇതിലുമുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തത് ഡെൻസിൽ വാഷിങ്ടനാണ് ചെയ്തത്. അദ്ദേഹം അങ്ങേരു പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ പോലും അദ്ദേഹം പെർഫോമൻസ് വൈസിൽ പുള്ളിക്കാരൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് വളരെ വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ ബിഗ് ടിക്കറ്റ് പോലുള്ള ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ അതിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ഇതിൻ്റെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവർ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടാണ് ഇതിൻ്റെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഒരു 16 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഇതിനിടയിൽ. ഒന്നാമത്തെ പാർട്ട് കഥ അവസാനിക്കുന്ന അടുത്ത് നിന്നും 16 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഗ്ലാഡിയേറ്റർ 2 ആരംഭിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ആരംഭിക്കുന്ന സമയത്ത് തന്നെ സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് AD 200 ആണ് എന്ന്. അപ്പോൾ ഇതിനിടയിൽ സംഭവിക്കുന്ന ഈ 16 വർഷത്തിനിടയിൽ റോമ സാമ്രാജ്യം ആക്രമിക്കപ്പെട്ടിട്ടില്ലേ മറ്റുള്ളവരാൽ? അല്ലെങ്കിൽ റോമ സാമ്രാജ്യം മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലേ? ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് പിന്നെ പ്രഡിക്റ്റബിൾ ആണ്. അത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് സിനിമ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഫസ്റ്റ് പാർട്ട് റീസെൻ്റ്ലി കണ്ടതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് എനിക്ക് ഈ പേഴ്സണലായിട്ട് എനിക്ക് തോന്നി. നെഗറ്റീവ് പറയാൻ വേണ്ടി പറയുന്നതല്ല, എനിക്ക് നെഗറ്റീവ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ നല്ല സിനിമയാണ് എന്ന് തന്നെ ഞാൻ പറയും. ഉറപ്പായിട്ടും നല്ല സൂപ്പർ മൂവിയാണ്. ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഗ്ലാഡിയേറ്റർ 1ഉം 2ഉം കൂടി കമ്പയർ ചെയ്യും. 2000 ഇറങ്ങിയ സാധനം അന്ന് ടെക്നോളജി ഇത്ര വലുതായിരുന്നില്ല. എന്നിട്ട് പോലും ആ സിനിമ നല്ല കിടിലം സാധനമായിരുന്നു. പക്ഷേ അതും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി ഇതിൽ ഒരുപാട് നെഗറ്റീവ്സ് എനിക്ക് തോന്നി. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ സിനിമ സൂപ്പറാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.